അങ്ങനെ പടത്തിന് പോകാൻ വേണ്ടിയാണ് കാലിഫ. അപ്പോൾ ഒരാളത് പടത്തിന് പോകാൻ വേണ്ടി നല്ല മേക്കപ്പ്. ഞാനാണെങ്കിൽ പഴയ ഒരു അഡിഡാസിൻ്റെ ഷൂ എടുത്തിട്ട് അവളോ സെയിം ബ്ലാക്ക് അഡിഡാസിൻ്റെ ഷൂ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങി. ആ ഫോറം മാളിലാണ് പോകണം. ഫോറം മാളിൽ എത്തിക്കയറണാണ്. അവിടെ 10 രൂപ നമുക്ക് പാർക്കിങ്. അവിടെ പാർക്കിങ് ചെയ്ത് അകത്തേക്ക് ഇങ്ങനെ നടന്ന് അവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേ ഈ ഫുൾ ബോഡി സ്കാനറിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകണം. നമ്മൾ അപ്പുറത്തൂടി പോയി കഴിഞ്ഞാൽ അവർ പിടിച്ച് ഇപ്പുറത്തൂടി കയറ്റി വിടും. അപ്പോൾ ഇത് ഇവിടെ കൊള്ളാം. അധികം തിരക്കില്ല. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കില്ല. പക്ഷേ ഓണത്തിൻ്റെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇല്ല, ചില ഷോപ്പിൽ. ഞങ്ങളുടെ ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ഷോപ്പിൽ ഓണം പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഓണ ഡ്രസ്സുകളിട്ട് അവിടെ ഒരു മാവേലി ഉണ്ടായി. ഞങ്ങളുടെ പുള്ളിയുടെ ഒപ്പം ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ചങ്ങനെ നടക്കുമ്പോൾ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെ ഇവിടെ ഫോറം മാളുടെ മെയിൻ ഓണം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ശരിക്കും പടത്തിനാണല്ലോ വന്നേക്കണത്. അതായത് ആ സ്ഥലത്താണ് നിങ്ങൾക്ക് പോകേണ്ടത്. അങ്ങടെ ഞങ്ങൾ ചെല്ലേണ്ടത്. ഇന്ന് ജെഫിനൊക്കെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ചായ് ബുൾഫ് എന്ന് പറഞ്ഞൊരു കടയിൽ പോയി. അവിടെ കുഴപ്പമില്ല, അത്യാവശ്യം സ്നാക്സും നോർമൽ സ്നാക്സ് നമ്മുടെ ഷോപ്പിലൊക്കെ ഇടുന്ന പപ്സ് അങ്ങനെ സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായി. ഞാൻ അത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ജെഫിനെ ചായ മാത്രം മേടിച്ച്. ചായ ജെഫിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമില്ല. അപ്പോൾ അത് ജെഫിനെ അവിടെ പോയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതേ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ബർഗർ കിങ്ങിൽ പോയിട്ട് 2 ബർഗർ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി ഓഫറുണ്ട്. മറ്റേ ബൈ 2 99 റുപ്പീസ്. അത് കൊള്ളായിരുന്നു. ക്രിസ്പി സ്മോൾ സാൻഡ്വിച്ചാണ്, പക്ഷേ ക്രിസ്പിയാണ്. നമ്മുടെ വയറും അത്യാവശ്യം നിറയും. ഇവിടെയും കുറേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്, ഓണത്തിൻ്റെ ഡെക്കറേഷനും. പിന്നെ അവിടുത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെക്ഡിയും ഉണ്ട്. അവിടെയും ഉണ്ട് കുറേ ഓണത്തിൻ്റെ ഓഫേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് അങ്ങൊരു ടേബിൾ വന്നിരുന്നു. ജെഫിന് ആദ്യം തന്നെ ചായ കുടിച്ച് തുടങ്ങി. ഞാൻ പിന്നെ ആ ബർഗറിൽ നിന്ന് പറഞ്ഞിടത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ജെഫിനക്ക് ബർഗർ വേണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. നോക്കിക്കോട്ടെ ഒരാളിതേ ഇപ്പോൾ ബർഗർ കഴിക്കാൻ വേണ്ടി തുടങ്ങും. എന്നോട് പറഞ്ഞത് ഞാൻ കഴിക്കില്ല, താൻ തന്നെ ഒറ്റയ്ക്ക് തീർത്തോളന്നൊക്കെ ഒന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഞാൻ നോക്കുമ്പോൾ പകുതി അയാൾ തീർത്തങ്ങട്. അന്നത്തെ ഒരു ചിരിയും നോക്കിയാൽ എന്നിട്ട് നിർത്തണില്ല. വീണ്ടും കഴിച്ചിട്ടിരിക്കണേ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അത്യാവശ്യം ടൈമായി. അപ്പോൾ ഞങ്ങളുടെ പടത്തിൽ അങ്ങോട്ട് കയറി. സ്ക്രീൻ 4 ആയിരുന്നു, PXL സ്ക്രീൻ. ഭയങ്കര വലിയ സ്ക്രീനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അവിടെ കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും തുറക്കണം. എത്ര മണിക്കാണ് ഷോ ആ ടൈമിൽ മാത്രമേ അവിടെ ഓപ്പൺ ആവുള്ളൂ. അവിടെ നിന്ന് അകത്ത് കയറി നിങ്ങൾ കാണുന്ന സ്ക്രീനാണ് PXL സ്ക്രീന്. ഈ സീറ്റും അത്യാവശ്യം വെരി സോഫ്റ്റും നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ സീറ്റാണ്. നൈസായിരുന്നു ഈ സീറ്റ്. സ്ക്രീനും ഭയങ്കര വലുതും. നിങ്ങൾക്ക് തന്നെ കാണാം. അകത്തത്തെ വൈബും എല്ലാം നൈസ് മൂഡായിരുന്നു. അപ്പോൾ അതേ പടത്തിൻ്റെ പേര് ഖലീഫയെന്ന് എഴുതി കാണിച്ചതേ പടം അങ്ങോട്ട് തുടങ്ങി. ഇതാണ് ഫസ്റ്റ് സീൻ, ഫ്ലൈറ്റ് വന്നിങ്ങനെ ഇറങ്ങണത്. പിന്നെ ഞാൻ കഥയെന്ന് പറയാനുള്ള ബാക്കി കുറച്ച് സീനൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതായിരുന്നു അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ. അത്യാവശ്യം നല്ല ഇൻട്രോ ഒക്കെ ആയിരുന്നു, പക്ഷെ പടം അത്രക്ക് പോരാ. ഇത് പിന്നെ പറയണ്ടല്ലോ ആരുടെ ഇൻട്രോ ആയിരിക്കുമെന്ന്. തീപ്പൊരു ഇൻട്രോ. 3 ക്യാമിയോസ് ഉണ്ടായി. 3 പേരും ഒരു രക്ഷയില്ല. ആദ്യത്തെ ക്യാമിയോന്ന് സൗബിൻ്റെ എൻട്രി തന്നെ അവിടെ വിസിലടിയും കൈയടിയൊക്കെ തുടങ്ങി. സൗബിന് എൻട്രി ആയപ്പോൾ തന്നെ വേറൊരാൾ ചങ്ങലയൊക്കെ ആയിട്ട് അവിടെ നിന്ന് മാസൊരു എൻട്രി കൊടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങി തന്നെയാണ്. പൊളി സാധനം. പിന്നെ അറിയാമല്ലോ മോഹൻലാൽ, നമ്മൾ കട്ട മോഹൻലാൽ ഫാനാണെന്ന് അറിയാമായിരിക്കും. മോഹൻലാലിൻ്റെ ലുക്കും ആ ചുരുട്ട് കത്തിച്ചുള്ള ഒരു വരവും ഒരു രക്ഷയില്ല. തീപ്പല് അതിന് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ആരും വിചാരിക്കാത്ത ഒരാൾ. അത് തീയായിരുന്നു. ഉടുക്കത്തെ ലുക്ക്, ഒരു രക്ഷയില്ല. കട്ട വീടിയും വലിച്ചിട്ട് തന്നെ ഒരു മച്ചാനാണ്. പടം ആവറേജ് ആണെങ്കിലും ക്യാമിയോസ് സീനായിരുന്നു. അവിടെ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫുൾ ചിക്കനും മേടിച്ച്. പിന്നെ ജെഫീനൊക്കെ ഒരു ബിരിയാണിയും മേടിച്ച്. അവിടെ ലുല്ലു സ്പെഷ്യൽ പായസം വേണം നടക്കണ്ടേ. നല്ല ടേസ്റ്റുള്ള പായസം ആയിരുന്നു. ഞങ്ങളൊരു പായസം മേടിച്ച്. ഒരു രക്ഷയില്ല, കിടലും ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് വീട്ടിലും കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഒരുമിച്ച് പോയി മേടിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മെയിൻ സ്പോട്ട് ഫുഡ് കോർട്ടിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ജെഫീനൊക്കെ ബിരിയാണി, എനിക്ക് ഫുൾ ചിക്കൻ, പിന്നെ രണ്ടുപേർക്കും ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് പായസം. ഫുൾ ചിക്കൻ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ട്. എന്നെക്കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴിച്ച്. ഫുള്ളും തീർക്കാൻ പറ്റില്ല. കുറച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിലേക്ക് പായസം കൊണ്ടുവന്ന്. ജെഫീനെ ബിരിയാണി അത്യാവശ്യം ജെഫീനെ കഴിച്ച് തീർത്ത്. ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാ. പക്ഷേ അപ്പോൾ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് പടവും കണ്ട് നല്ലൊരു ഡേ ആയിട്ട് ഞങ്ങൾ പോകുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു കോമഡി ഉണ്ടായി. ഞങ്ങളത് ഫസ്റ്റ് ടൈം മൂവി റിവ്യൂ ഇടാൻ വേണ്ടി ഒന്ന് നോക്കി. ആദ്യമൊക്കെ കുറച്ച് കോമഡി ആയിരുന്നു. പിന്നെ ജെഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് കത്തി വന്ന്. അത് യൂട്യൂബ് ചാനലിൽ കിടക്കട്ടെ. ഞാൻ ലിങ്ക് താഴ്ത്തിട്ടേക്കാം. കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ.